Wakanda forever. Hi friends, it's me Ryan. You are watching Ryanism. കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ത് ടോയ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾ ഊഹിച്ചതുപോലെ ഞാൻ ഒരു ബ്ലാക്ക് പാന്തർ ടോയ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. നമുക്ക് നേരെ ആ ടോയ് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോയ്. ഇതൊരു ബ്ലാക്ക് പാന്തറിൻ്റെ ഫിഗറാണ്. ബ്ലാക്ക് പാന്തർ അറിയാത്തവർക്ക് ഞാനിത് പരിചയപ്പെടുത്തി തരാം. ബ്ലാക്ക് പാന്തർ എന്ന് വെച്ചാൽ മാർവൽ യൂണിവേഴ്സിലെ ഒരു പവർഫുൾ ഹീറോ ആണ്. ഹീറോ മാത്രമല്ല, പുള്ളി ഒരു കിങ്ങും കൂടിയാണ്. ഇവിടുത്തെ കിങ്ങാണെന്നല്ലേ നിങ്ങളുടെ സംശയം? കിങ് ഓഫ് വക്കാണ്ട. അപ്പം അവിടുത്തെ കിങ്ങിന് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് ബ്ലാക്ക് പാന്തർ. ബ്ലാക്ക് പാന്തറിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് വെച്ചാൽ പുള്ളിൻ്റെ സ്യൂട്ട് വൈബ്രേനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈബ്രേനിയം എന്ന് വെച്ചാൽ മാർവൽ യൂണിവേഴ്സിൽ തകർക്കാൻ പറ്റാത്തൊരു സാധനമാണ് വൈബ്രേനിയം. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ ഷീൽഡും വൈബ്രേനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയ ഷൂട്ട് മാത്രമല്ല പവർ, നല്ല ശക്തിയാണ്. ഒത്തിരി ദൂരത്തിൽ ചാടാം. ഹൈറ്റ് ആൻഡ് സെൻസും ആണ്. ശരിക്കുള്ള ഒരു പാന്തർ പോലെയാണ് പുള്ളിൻ്റെയും കാര്യങ്ങൾ. അപ്പം നമുക്ക് പതുക്കെ ടോയ് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനുകളുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്ലാക്ക് പാന്തർ. ഇത് ഈ കൂടെ വെപ്പൺസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ വെപ്പൺസ് ഇട്ടിട്ടുണ്ട്. ബാറ്റിൽ ക്ലോ പോലത്തെ എന്തോ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ വെപ്പൺസ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ ഫിഗേഴ്സ്. ആക്ഷൻ ഫിഗറിന് എല്ലാവരും കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ടോയ്. നല്ല നെക്ലസ് ഒക്കെയാണ്. ഇതിൻ്റെ മാല കണ്ടോ, ഇതിൻ്റെ ഷീൽഡ് ഊരിയെടുക്കാം. ഇത് ഈ ടോയ് കാണാൻ നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിടിച്ചിട്ട് നല്ല കട്ടിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിഗറാണ് തോന്നുന്നു. ആ കടത്തിലെ നെക്ലസ് ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ആ വെപ്പൺസ് നോക്കാം. കണ്ടോ, ബ്ലാക്കിലത്തെ ആ ഷീൽഡും ഉണ്ട്. നമുക്ക് ബാക്കിലത്തെ പോർഷനും കൂടെ ആ രണ്ട് വാക്കും നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും. അടുത്ത് നമുക്ക് കൈ പിടിപ്പിക്കുന്ന വെപ്പൺസ് നോക്കാം. ഈ വെപ്പൺ നമുക്ക് ഇങ്ങോട്ട് വെട്ടേണ്ടിയിരിക്കും. കണ്ടോ, ഒരു വെപ്പൺ നമുക്ക് കിട്ടി. ഇതാ, പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ബാറ്റിൽ ക്ലോ വർക്കാകും. നമുക്ക് അടുത്ത വെപ്പൺ ഇട്ട് നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാം. നമുക്കിവിടെ ആർമറും ബാറ്റിൽ ക്ലോയും വേറെ ഒരു വെപ്പണും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഗുമ്മായിട്ടുള്ള ഒരു ഫിഗറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ എൻ്റെ കസിൻസ് ഗിഫ്റ്റ് തന്നെ ഒരു ടോയ് ആണ്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് 4 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഇത് കളിക്കാൻ കൊടുക്കില്ല എന്നാണ്.
അപ്പം 4 തൊട്ട് 40 വരെയുള്ള പിള്ളേർക്ക് കളിക്കാം. പക്ഷെ 4 കുറഞ്ഞ പിള്ളേർക്ക് കൊടുക്കല്ല. ഇത് ഹാസ്ബ്രോന്റെ കമ്പനിയുടെ ടോയ് ആണ്. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവരെ റിയാൻ സനിയോഫ്.